ഇന്നത്തെ സാഹചര്യത്തിലും ചുറ്റുപാടിലും നമുക്ക് പലപ്പോഴും അപരിചിതരായ ആൾക്കാരോടൊപ്പം നമുക്ക് പെരുമാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇടപെടേണ്ടി വരുന്നു, യാത്ര ചെയ്യേണ്ടി വരുന്നു, സംസാരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അപരിചിതരായ ആൾക്കാരോട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം, ഒരിക്കലും നമ്മൾ അപരിചിതരായ വ്യക്തികളോട് നമ്മൾ ഓവർ സിൻസിയർ ആവാൻ പോകാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ വർക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, യാത്രകളിലാണെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ ആവശ്യമില്ലാതെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരെയും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ. കാരണം പല സാഹചര്യങ്ങളിലും ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ അശ്രദ്ധകളാണ് വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ നല്ല ബോൾഡായിട്ട് അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക. നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോട് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നമ്മുടെ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ കാര്യങ്ങളും ഒരിക്കലും കൂട്ടിച്ചേർക്കാതിരിക്കുക. അനാവശ്യമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ നമ്മളോട് പെരുമാറുകയോ ചെയ്താൽ അത് ഒട്ടും മടിക്കാതെ തന്നെ അറിയിക്കേണ്ട മേലധികാരികളെ അറിയിക്കുക. നമ്മളോട് സംസാരിക്കുന്നവർ, ഇനി മേലധികാരി അതായത് നമ്മൾ കൊളീഗ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ഡെസിഗ്നേഷൻ നോക്കി തന്നെ അവരോട് പെരുമാറുക. അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റിനോ ഓവർ സംസാരത്തിനോ പോകാതിരിക്കുക. യാത്രകളിലാണെങ്കിൽ എപ്പോഴും നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾ വളരെയധികം സേഫായിട്ട് സൂക്ഷിക്കുക. അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാഗ് അല്ലെങ്കിൽ പേഴ്സ്, നമ്മുടെ ID കാർഡ്സ്, മൊബൈൽ ഫോൺസ് ഇതൊക്കെ കയ്യിലുണ്ടോ എന്നുള്ളതൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക.